ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻറ്റസി ഗുരു. ഗെയിം വീക്ക് 37 സാധ്യതയെ സംസാരിക്കുന്ന ഫാൻറ്റസി ഗുരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ളത് ഗെയിം വീക്ക് 37 ആണ്. നമ്മൾ സീസൺ എൻഡിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ആകെ ഒരു ഗെയിം വീക്ക് 38 കൂടി മാത്രം ബാക്കിയുള്ളൂ. ഗെയിം വീക്ക് 37 പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു കാലമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗെയിം വീക്ക് 37 ഒരു ഡബിൾ ഗെയിം വീക്ക് ആയിരിക്കും. നേരത്തെ അനൗൺസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 37 ഡബിൾ ഗെയിം വീക്ക് ആണെന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഞെട്ടൽ ഉളവാകുന്നുണ്ടെങ്കിൽ ഞെട്ടൽ വരുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ പറയുന്നുണ്ട് 37 ഡബിൾ ആണ് മക്കളെ, 37 ഡബിൾ ആണെന്ന്. ഇനിയും ആരെങ്കിലും അറിയാനുണ്ടെങ്കിൽ തൽക്കാലം അറിഞ്ഞോളുക. ഗെയിം വീക്ക് 37 വലിയൊരു ഡബിൾ ഗെയിം വീക്കാണ്. അത്യാവശ്യം മോശമല്ലാത്ത ഡബിൾ ഗെയിം വീക്കാണ്. ആ ഡബിൾ ഗെയിം വീക്കിൽ എടുക്കേണ്ട ചില ട്രാൻസ്ഫറുകളെ പറ്റി അല്ലെങ്കിൽ എടുത്തു വെക്കേണ്ട ചില കളിക്കാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലിട്ട് എടുക്കാം. നമുക്ക് രണ്ട് സെഗ്മെൻ്റായിട്ട് നോക്കാം. ഒന്ന്, തീർച്ചയായിട്ടും നമ്മൾ ടീമിൽ വെക്കേണ്ട കളിക്കാർ ആരെല്ലാമാണ്, അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട കളിക്കാർ ആരെല്ലാമാണ്, പിന്നെ കുറച്ച് ഡിഫൻഡേഴ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ നമ്മുടെ ടീമിലായിട്ട് എടുക്കേണ്ട നിർബന്ധമായി നമ്മുടെ ടീമിൽ ഉണ്ടാകുന്ന കളിക്കാർ, ആദ്യത്തെ പേര് ഹാളണ്ടാണ്. ഇടയ്ക്കൊരു ഹാളണ്ടിന് ഇഞ്ചുറി കാരണം കുറച്ച് പേരൊക്കെ ഹാളണ്ടിനെ വിറ്റിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഹാളണ്ടിനെ വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പോൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ള റാങ്കിങ്ങിൽ നിന്ന് താഴെ പോകാതെ തൽക്കാലം പിടിച്ചെങ്ങനെ നിൽക്കാൻ കഴിയും. കാരണം വെച്ചാൽ എല്ലാവന്മാരും ഹാളണ്ടിനെ മേടിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഹാളണ്ട് സബ്ബായിട്ട് ഇറങ്ങി ഗോൾ അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഹാളണ്ട് പതിവിലും വിപരീതമായി മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ബിൽഡപ്പ് പ്ലേയിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഡ്രിബിളിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഫിനിഷിങ് മോശമായിരുന്നു. അതുപോലെ തന്നെ പുള്ളി പകർത്തി വെച്ചു. ബോൾസിനെതിരെ ഹാർട്രിക്ക് അടിച്ചു, 4 ഗോൾ അടിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഹാളണ്ടിന് എടുത്തിടണം ആ പോയിന്റ് കിട്ടണമെന്ന് വിചാരിക്കുന്നു. അതിന് തുടർച്ചയാണ് ഇനി വരാൻ പോകുന്നത്. ഫുൾഹാമും സ്പേഴ്സുമായിട്ട് കളി വരുന്നു. ഹാളണ്ട് ഇസ് എ ഡെഫിനിറ്റ് ഓണാണ്. തീർച്ചയായും ഹാളണ്ടിനെ വാങ്ങുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾഹാമായിട്ട് സിറ്റി ഇതിനു മുമ്പ് ഈ സീസണിൽ തന്നെ ആദ്യം കളിച്ചപ്പോൾ ഹാളണ്ട് 20 പോയിന്റാണ് നേടിയത്. അതായത് 3 ഗോൾ 1 അസിസ്റ്റ് വന്ന് നേടി. ടോട്ടനാമായിട്ട് ഇതിനു മുമ്പ് സിറ്റി ഹോം ഗെയിം കളിച്ചപ്പോൾ 2 അസിസ്റ്റ് ഉൾപ്പെടെ 7 പോയിന്റാണ് ഹാളണ്ട് നേടിയത്. അങ്ങനെ ഈ 2 ഫിക്സ്റ്റേഴ്സ് ഇതിനു മുമ്പ് കളിച്ചപ്പോൾ 27 പോയിന്റാണ് ഹാളണ്ട് നേടിയത്. അപ്പോൾ ഹാളണ്ടിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹാളണ്ട് ഇത്തരം ടീമുകൾക്കെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നിങ്ങൾക്ക് ധാരണ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാളണ്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ടീമിനായിട്ട് നിർബന്ധമായിട്ട് മേടിച്ചു വെക്കേണ്ട കളിക്കാരൻ എല്ലാവരും ടീമിലും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇനി ആരെങ്കിലും കോൾ പാൾമറിനെ വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി വാങ്ങിക്കോളുക. ഡബിൾ ഗെയിം വീക്കാണ് വരുന്നത്. ഈ സീസണിലെ ഇപ്പോഴത്തെ ഫോമിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് തന്നെ പറയേണ്ടി വരും. 6.2 മില്യൺ മാത്രമാണ് വില. കളി വരുന്നത് ബ്രൈറ്റനായിട്ടും നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടും, അതായത് 10ാം സ്ഥാനത്തിന് താഴെയുള്ള ബ്രൈറ്റനായിട്ടും നോട്ടിംഗ്ഹാമായിട്ടുമാണ് ഇവർ കളി വരുന്നത്. ഈ 2 കളിയിലും പാൾമറിന് കയറി നന്നായിട്ട് പോയിന്റ് തരാൻ കഴിയുന്ന ഒരു ഗെയിം തന്നെയാണ് വരുന്നത്. ഇത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 കളികളിലായിട്ട് ബ്രൈറ്റന് ക്ലീൻ ഷീറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ബ്രൈറ്റന് 3 ക്ലീൻ ഷീറ്റും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് 1 ക്ലീൻ ഷീറ്റും കിട്ടിയിട്ടില്ല. സോ 2 ടീമുകളും കൂടി 20 കളി കളിച്ചപ്പോൾ ആകെ കിട്ടിക്കുന്ന ക്ലീൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 3 അതുകൊണ്ട് തന്നെ പാൾമറിനെ പോലുള്ള കളിക്കാരന് തീർച്ചയായിട്ടും ഇവർക്കെതിരെ സ്കോർ ചെയ്യാൻ കഴിയും. അവരുടെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് വീക്കാണ്. ഇനി പാൾമറിന് എടുത്തു വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ ഗെയിം വീക്ക് 38 പാൾമറിന്റെ കളി വരുന്നത് ബോൺമത്ത് ഹോം ഗെയിമാണ്. ഹോം ഗെയിമിൽ ചെൽസി മിന്നും ഫോമിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗെയിം വീക്കിലൂടെ നമുക്ക് പാൾമറിനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇനി ആരെങ്കിലും പാൾമറിനെ വാങ്ങാനുണ്ടെങ്കിൽ അവരും കൂടെ വാങ്ങി വെച്ച് അങ്ങനെ എല്ലാവർക്കും പാൾമർ ആവുന്ന ഒരു സുന്ദരമായ ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം. അതുകൊണ്ട് പാൾമറിനെ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. സോ ഈ 2 പ്ലേയേഴ്സാണ് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങി വെക്കേണ്ട പ്ലേയേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾഡ് ചെയ്യേണ്ട പ്ലേയേഴ്സ് ആരെല്ലാമാണെന്നാണ്. അതായത് നമ്മുടെ ടീമിലുണ്ട് തൽക്കാലം വിൽക്കാതെ ഹോൾഡ് ചെയ്ത് ടീമിൽ വെക്കേണ്ട പ്ലേയേഴ്സ് ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ പേര് വരുന്നത് ബുക്കായ സാക്ക ഫ്രം ആഴ്സണൽ. കുറേ ആൾക്കാർ ഈ ഗെയിം വീക്കിന് മുന്നോടിയായിട്ട് തകൃതിയായിട്ട് സാക്കേനെ വിൽക്കുന്നുണ്ട്. എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചേറെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാക്കയ്ക്ക് ഡബിൾ ഗെയിം വീക്ക് ഇല്ലല്ലോ, കുറേ ഡബിൾ ഗെയിം വീക്കുള്ള വേറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവരെ മേടിച്ചേക്കാം. സാക്കയ്ക്ക് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയല്ലേ, അതുകൊണ്ട് സാക്ക് ഗോൾ അടിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും. സാക്ക ടീമിലുള്ളവർ ഡെഫിനറ്റ് ആയിട്ടും സാക്കയെ വിൽക്കാതിരിക്കുക, ടീമിൽ വയ്ക്കുക. കാരണം സാക്കയുടെ കളി വരുന്നത് യുണൈറ്റഡ് ആയിട്ടാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു തീപ്പൊരി കളിയൊക്കെ പ്രതീക്ഷിക്കും. കഴിഞ്ഞ ദിവസം ക്രിസ്റ്റൽ പാലസിന്റെ കളി കണ്ടതോടുകൂടി ഇത് തീപ്പൊരി ആയിരിക്കില്ല, ഒരു ചുണ്ണി ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്സണൽ വേഴ്സസ് യുണൈറ്റഡ് എന്നുള്ളത് തൽക്കാലം ആഴ്സണൽ വേഴ്സസ് ബേൺലി നിങ്ങൾ കൂട്ടിയാൽ മതി. അത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ യുണൈറ്റഡ് ഫാൻസ് കേൾക്കുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസീവ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ വാസ്തു നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ, ഗെയിം വീക്ക് 26 ശേഷം ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് ഡിഫൻസിലോട്ട് നോക്കുകയാണെങ്കിൽ 15ാം സ്ഥാനത്താണ് നോൺ പെനാൽറ്റിയുടെ ഗോൾ കൺസീഡ് ചെയ്യാൻ ഉള്ള ചാൻസുകൾ കൺസീഡ് ചെയ്തത്. ക്ലീൻ ഷീറ്റ് 15ാം സ്ഥാനം.
എക്സ്പെക്ടഡ് ഗോൾ കൺസീഡ് 16ാം സ്ഥാനം, ഷോട്ട് കൺസീഡ് 20ാം സ്ഥാനം, ഷോട്ട് ഇൻസൈഡ് ബോക്സ് കൺസീഡ് 20ാം സ്ഥാനം, ഷോട്ട് ഫ്രം സെറ്റ് പീസ് കൺസീഡ് 20ാം സ്ഥാനം. ഡിഫൻസിൽ ഇതിന് മോശമായിട്ട് സ്റ്റാറ്റ്സ് വേറെ ടീമിന് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ ഷെഫീൽഡിന് കണ്ടേക്കാം, അല്ലെങ്കിൽ ബേൺലിക്ക് കണ്ടേക്കാം, അതല്ലാതെ വേറെ ടീമുകൾക്കൊന്നുമില്ല. അപ്പോൾ അത്തരം ടീമുകൾക്കെതിരെ സാക്ക കളിക്കുന്നു. സിംഗിൾ ഗെയിമിൽ കാണിയാൽ പോലും ചിലപ്പോൾ ഹി മേ ഔട്ട് പ്ലേ ഡബിൾ ഗെയിമിൽ പ്ലേസ്. അതുകൊണ്ട് തന്നെ സാക്കയെ വിൽക്കാതിരിക്കാം. ഇനി സാക്കയുടെ സ്റ്റാറ്റ്സിലേക്ക് വരൂ. ഇത്ര മോശം ഡിഫൻസിനെതിരെ സാക്ക കളിക്കുമ്പോൾ സാക്കയുടെ സ്റ്റാറ്റ്സ് കൂടെ നോക്കണമല്ലോ. ഷോട്ട് ഫസ്റ്റ് മിഡ്ഫീൽഡിൽ ഫസ്റ്റ് ഫോർ ഷോട്ട്സ്, സെക്കൻഡ് റാങ്ക് ഫോർ ഷോട്ട് ഇൻസൈഡ് ബോക്സ്, ഫോർത്ത് ഫോർ കോർണർ ടേക്കൺ, തേർഡ് ഫോർ പെനൽറ്റി ടേക്കൺ, സെക്കൻഡ് ഫോർ പെനാൽറ്റി സ്കോഡ്. അതായത് സാക്ക മിന്നിയും ഫോമിൽ ഒരു സൈഡിൽ കളിക്കുന്നു, യുണൈറ്റഡ് ഏറ്റവും മോശം ഫോമിൽ ഡിഫൻസിൽ കളിക്കുന്നു, ഡിഫൻഡേഴ്സൊക്കെ പരിക്കാണ്. അതുകൊണ്ട് തന്നെ സാക്ക സിംഗിൾ ഗെയിം വീക്ക് ആണെങ്കിൽ കൂടി സാക്ക ഇസ് എ കീപ്പ്. സാക്ക നിങ്ങളുടെ ടീമിനാണെങ്കിൽ തൽക്കാലം സാക്ക ടീമിനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഡബിൾ ഗെയിം വീക്ക് പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും കൂടുതൽ പോയിന്റ് കിട്ടില്ല എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഒരു പാൾമർ ഇല്ല, നിങ്ങൾക്ക് വേറെ കുറേ പ്ലേയേഴ്സിന് വിൽക്കാൻ ആരും ഇല്ലെങ്കിൽ സാക്കാനായിട്ട് പാൾമർ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് ദാറ്റ് മേക്ക് സെൻസ്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്ത കുറേ കളിക്കാർക്ക് വേണ്ടി സാക്കിനെ ഒഴിവാക്കാതിരിക്കുക. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഗെയിമിംഗ് 34 സ്റ്റാറ്റ്സ് നോക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് തന്ന 5 കളിക്കാരാണ് സ്ക്രീനിൽ കാണുന്നത്. 5 കളിക്കാരിൽ ഡബിൾ ഗെയിം വീക്കുള്ള 3 കളിക്കാരാണ് പോയിന്റ് തന്നത്. ബാക്കി ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഗെയിം വീക്കാണ്. അതായത് 3 ഡബിൾ ഗെയിം വീക്കിന്റെ പോയിന്റ്, അതിന്റെ കൂടെ തന്നെ 2 സിംഗിൾ ഗെയിം വീക്കാരും സെയിം പോയിന്റ് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. 35 നോക്കൂ. ടോപ്പ് റിട്ടേൺസ് തന്ന 5 പ്ലേയേഴ്സിനകത്ത് 3 പ്ലേയേഴ്സ് സിംഗിൾ ഗെയിം വീക്ക് ഉണ്ടായിരുന്നതാണ്. ഡബിൾ ഗെയിം വീക്ക് ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് എന്ന ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡബിൾ ഗെയിം വീക്ക് പ്ലേയേഴ്സ് എപ്പോഴും സിംഗിൾ ഗെയിം വീക്ക് പ്ലേയേഴ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ചിന്ത വേണ്ട. അതുകൊണ്ട് തന്നെ സാക്ക അഗൈൻസ്റ്റ് യുണൈറ്റഡ് ഇസ് എ ഡെഫിനറ്റ് ഹോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ കീപ്പ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ കെവിൻ ഡിബ്രോയിൻ. കുറെ ആളുകൾ വിൽക്കുന്നുണ്ട്. ഡിബ്രോയിനെ പറ്റി പറയുമ്പോൾ, ഒന്ന് സിറ്റിയിൽ നെയിൽഡാണ്, 2 കളിയും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സിറ്റിയെ സംബന്ധിച്ച് UCL ഇല്ല. അതുകൊണ്ട് തന്നെ കെവിൻ ഡിബ്രോയിനെ തൽക്കാലം ട്രസ്റ്റ് എടുക്കേണ്ട കാര്യം പെപ് ഗാർഡിയോളയ്ക്കില്ല. അതൊരു ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യാൻ നോക്കുന്ന പ്ലേയേഴ്സാണ്. ഏത് രീതിയിൽ ഫുൾ ടീമായിരിക്കും ഗാർഡിയോള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിബ്രോയിൻ വളരെ എസെൻഷ്യലാണ്. ഡിബ്രോയിൻ ഇങ്ങനെയുള്ള കളികളിൽ റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. നേരത്തെ ഡിബ്രോയിൻ എടുക്കുമ്പോൾ പറയും ചിലപ്പോൾ റൊട്ടേറ്റ് ആവുമെന്ന് പറയും. ഇനി അത് പറയേണ്ട കാര്യം. സോ ഡിബ്രോയിൻ ഓണേഴ്സ് കീപ്പിംഗ്. ഞാൻ ടീമിനായിട്ട് നോക്കൂ, അവരെ സ്റ്റാറ്റ്സ് നോക്കൂ. മിനിറ്റ്സ് പ്ലേഡ് ഏറ്റവും കൂടുതൽ, നമ്പർ ഓഫ് ഷോട്ട്സ് ഏറ്റവും കൂടുതൽ ഡിബ്രോയിനാണ്. ലാസ്റ്റ് 5 ഗെയിം വീക്കിന്റെ കാര്യമായിട്ട് പറയണം. കീ പാസ് ഏറ്റവും കൂടുതൽ, ബിഗ് ചാൻസ് ക്രിയേറ്റഡ്, എക്സ്പെക്ടഡ് അസിസ്റ്റ് ഏറ്റവും കൂടുതൽ, ബോണസ് പോയിന്റ് ഏറ്റവും കൂടുതൽ, സെക്കൻഡ് ഫോർ FPL പോയിന്റ്സ്, ബേസ് എമൗണ്ട് സെക്കൻഡ്, ഗോൾ സ്കോർ സെക്കൻഡ്, ഷോട്ട് ഓൺ ടാർഗറ്റ് സെക്കൻഡ്. അങ്ങനെ ഡീസന്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സും ഡിബ്രോയിൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡബിൾ ഗെയിം വീക്കിലോട്ട് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ഓണർഷിപ്പാണ് ഡിബ്രോയിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിബ്രോയിൻ ഓണേഴ്സ് ഒരു എക്സ്പെഷ്യലി ഡബിൾ ഗെയിം വീക്ക് ഡിബ്രോയിനെ മാറ്റി വേറെ ഒരു പ്ലെയറായിട്ട് പോകാതിരിക്കുക, ഡിബ്രോയിനെ തൽക്കാലം നിലനിർത്തുക. ഇനി ഇതല്ലാതെ തന്നെ ഡിബ്രോയിന് വേറൊരു ചരിത്രം കൂടെയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ രജനീകാന്ത് എനിക്ക് വേറൊരു മുഖം എടുക്കുന്ന പറഞ്ഞ പോലെ ഡിബ്രോയിന് വേറൊരു കഥയും കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ സീസണാണ്, അതിന് മുമ്പത്തെ സീസണാണെന്ന് എനിക്ക് അറിയാമല്ല. ഇതുപോലെയാണ് ഗെയിം വീക്ക് 37 or 36 ഡബിൾ ഗെയിം വീക്ക് ആയിരുന്നു. ഇറ്റ് വാസ് അഗൈൻസ്റ്റ് ന്യൂകാസിൽ ആൻഡ് വൂൾസ്. ഡിബ്രോയിൻ ആ ഡബിൾ ഗെയിം വീക്കിൽ സ്കോർ ചെയ്തത് 30 പോയിന്റാണ്. ഇനി അതുപോലെ എങ്ങാനും ഡിബ്രോയിൻ എങ്ങാനും സ്കോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ കെവിൻ ഡിബ്രോയിൻ ടീമിലുള്ളവർ ഡിബ്രോയിനെ കീപ്പ് ചെയ്യുക. സോ അതാണ് കീപ്പ് ചെയ്യേണ്ട 2 കളിക്കാർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡിഫൻഡേഴ്സ് ആണല്ലോ മൊത്തത്തിൽ കൺസേൺ ഉള്ളത്. കാരണം വെച്ചാൽ ബാക്കിയെല്ലാം ടീമൊക്കെ നിങ്ങളെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ അവനെ വാങ്ങണം, ഇവനെ വാങ്ങണം, മറ്റവനെ വാങ്ങണം, മറിച്ചവനെ വാങ്ങണം എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ മാറ്റിയേക്കാം. നമ്മൾ എസെൻഷ്യലായിട്ട്, അതായത് ഒരു ഡിഫൻഡർ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വാങ്ങേണ്ട പ്ലെയർ ജോസ്കോ ഗവാർഡിയോൾ ഫ്രം സിറ്റി എന്ന് കരുതി ഗവാർഡിയോള ബെഞ്ചിൽ ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങേണ്ട പ്ലെയർ ഗവാർഡിയോളാണ്. 11.4% ഓണർഷിപ്പ് വരുന്നത്. കഴിഞ്ഞ 4 ഗെയിം വീക്കുകളായിട്ട് 39 പോയിന്റ് താഴെ സ്വന്തമാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്നു, നല്ല അറ്റാക്കിംഗ് പൊസിഷനിലായിട്ട് വരുന്നു. സീസൺ തുടങ്ങിയപ്പോൾ സിറ്റിയിൽ ഡിഫൻസിൽ അത്ര സെറ്റ് ആയിരുന്നില്ല താരം. ബിക്കോസ് ഒരു ഫസ്റ്റ് സീസൺ വിത്ത് പെപ് ഗാർഡിയോള ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട്. ബട്ട് ടുവാർഡ്സ് എൻഡ് ഓഫ് സീസൺ ഇപ്പോൾ ഗവാർഡിയോള ഒരു നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവാർഡിയോള ഇസ് എ മസ്റ്റ് ബൈ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഡിഫൻസീവ് ട്രാൻസ്ഫർ. അതേ ടീമിൽ തന്നെ കെയിൽ വാക്കറും മികച്ച അസറ്റ് തന്നെയാണ്. കെയിൽ വാക്കർ നോക്കുന്നവർക്കും നോക്കാം. പക്ഷേ ഞാൻ പേഴ്സണലി ഗവാർഡിയോളയുടെ പേരാണ് പറയുന്നുള്ളൂ. ഇനി 3 സിറ്റി പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവാർഡിയോള വാങ്ങാൻ കഴിയില്ല, എനിക്കൊരു ഡിഫൻഡർ വേണം. ഗോ ഫോർ പെഡ്രോ പോറോയിലോട്ട് വരുമ്പോൾ ഒറ്റ കാര്യം ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക, ഞാൻ പോറോനെ എടുക്കുന്നത് ക്ലീൻ ഷീറ്റിന് വേണ്ടിയല്ല എന്നങ്ങ് വിചാരിച്ചേക്കാം. അപ്പോൾ നമുക്ക് വിഷമം കുറയും. കാരണം വെച്ചാൽ അവരെ കൊണ്ട് ക്ലീൻ ഷീറ്റ് തരാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. ടോട്ടനമിൻ്റെ കളി കാണുമ്പോൾ മനസ്സിലാവും ക്ലീൻ ഷീറ്റൊക്കെ
വലിയ വലിയ കാര്യം അവരെ സംബന്ധിച്ച്. കഴിഞ്ഞ 23 കളികളിലെ ഏറെക്കുറെ 2 ക്ലീൻ ഷീറ്റ് എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ ടോർണമെന്റ് ക്ലീൻ ഷീറ്റ് പ്രതീക്ഷിക്കണം. പക്ഷേ അവർ പോറോയുടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം സീസൺ ഒട്ടാകെ ഒരു ഗോൾ 8 അസിസ്റ്റ് ഉണ്ട്. 47 ഗോൾ അറ്റംപ്റ്റ്സ് ഫ്രം എ ഡിഫൻഡർ. ഈ സീസണിൽ ഏറ്റവും തവണ ഗോളിനെ അറ്റംപ്റ്റ് ചെയ്ത ഡിഫൻഡർ പെഡ്രോ പോറോയാണ്. ഗോളങ്ങ് ആകുന്നില്ലെന്നുള്ളൂ. നമ്മുടെ കഷ്ടകാലം ചിലപ്പോൾ ഈ ആഴ്ചയായിരിക്കും പുള്ളി ഗോൾ അടിക്കാൻ പോണേ. അപ്പോൾ പെഡ്രോ പോറോ മികച്ച ഓപ്ഷൻ തന്നെയാണ്. പിന്നെ കളിക്കുന്ന ആരായിട്ടാണ്? ബേൺലി ആയിട്ട് കളിക്കുന്നു. മോശമില്ലാത്തൊരു ഫിക്സറാണ്. എങ്ങാനും ഒരു ക്ലീൻ ഷീറ്റ് വന്നു. സിറ്റി ആയിട്ട് ക്ലീൻ ഷീറ്റ് ചാൻസ്, പിന്നെ ഷെഫീൽഡായിട്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ബേൺലി ആയിട്ടൊരു ക്ലീൻ ഷീറ്റും വരും. ചിലപ്പോൾ അസിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പോറോ വർത്തായി. സോ അതുകൊണ്ട് തന്നെ പോറോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ പോറോനെ പറ്റില്ലാത്തവർ ഡാൻബേൺ, ന്യൂകാസിലിന് ഡബിൾ ഗെയിം വീക്ക് ഉണ്ട്. ആരായിട്ട് കളി? ബ്രൈറ്റൺ ആയിട്ട് യുണൈറ്റഡ് ആയിട്ടും. ബ്രൈറ്റൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 കളികളുടെ ആകെ 5 ഗോളെ സ്കോർ ചെയ്തുള്ളൂ. സോ ബ്രൈറ്റൻ്റെ ചിലപ്പോൾ ഒരു ക്ലീൻ ഷീറ്റ് ഇട്ടേക്കാം. ഇനി യുണൈറ്റഡിനെതിരെ ചിലപ്പോൾ യുണൈറ്റഡ് സ്കോർ ചെയ്തേക്കാം. പക്ഷേ യുണൈറ്റഡിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ ബേണിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഹെഡർ റെക്കോർഡ് ഗോൾ അറ്റംപ്റ്റ് ചെയ്തൊരു ഡിഫൻഡറാണ്. 14 തവണ ഹെഡർ ഗോൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന കളിക്കാരൻ ഡാൻബേൺ. യുണൈറ്റഡ് കോർണർ അല്ലെങ്കിൽ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാൻ വളരെ വീക്കാണ്. 185 തവണയാണ് സെറ്റ് പീസിലൂടെ യുണൈറ്റഡ് ഗോൾ അറ്റംപ്റ്റ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. അതായത് സെറ്റ് പീസിൽ യുണൈറ്റഡിന്റെ ഗോൾ കൺസീഡിങ് റേഷ്യോ എന്ന് പറയുന്നത് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും വേസ്റ്റ് ആണ്. അപ്പോൾ അതുപോലൊരു ഡിഫൻസീവ് സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ സെറ്റ് പീസിൽ വൾണറബിലിറ്റിയുള്ള യുണൈറ്റഡിനെതിരെ ഡാൻബേണിനെ പോലെ ഒരു ഹെഡർ അറ്റാക്കിംഗ് പൊട്ടൻഷ്യലുള്ള കളിക്കാരനെ വെക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു അറ്റാക്കിംഗ് റിട്ടേൺ വന്നേക്കാം. അത് നമ്മൾ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡാൻബേൺ മികച്ചൊരു ഓപ്ഷൻ ആവുന്നു. ഇനി അതല്ലാതെ വേറെ ഓപ്ഷൻസ് ആരെല്ലാമാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പിയർ ഏറെക്കുറെ ഔട്ടാണെന്ന് കൺഫേം ആണ്. ഒന്നുകൂടെ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിവറാമെൻറ്റോ നമുക്ക് നോക്കാം. താരം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്, അസിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇതാണ് ഡിഫൻസിലായിട്ട്, അതായത് ഗവാഡിയോള നോക്കുക, കെയിൽ വാക്കർ നോക്കുക, പെഡ്രോ പോറോ നോക്കുക, അല്ലെങ്കിൽ ഡാൻബേണിലായിട്ട് വരിക, അല്ലെങ്കിൽ ലിവറാമെൻറ്റോയിലേക്ക് വരിക. ഇതൊക്കെയാണ് ഡിഫൻസിലായിട്ട് വരാൻ എന്നുള്ളത്. ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇവരൊന്നും കൺവിൻസ് ചെയ്ത് ഇവരൊന്നും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗോഫർ ആഴ്സണൽ ഡിഫൻസ്. സീസണിൽ ഏറ്റവും മികച്ച ഡിഫൻസാണ് വരുന്നതല്ലേ. ആഴ്സണൽ ഈസ് പ്ലേയിങ് അഗൈൻസ്റ്റ് യുണൈറ്റഡ്. യുണൈറ്റഡ് ആഴ്സണൽ ഗോൾ എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കറന്റ് ഫോമിൽ. ഈ ഗബ്രിയേലിനെ എടുത്തു വെച്ചാൽ യുണൈറ്റഡിന്റെ ഈ പറഞ്ഞ സെറ്റ് പീസിലെ വൾണറബിലിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഗബ്രിയേൽ ഇപ്പോൾ ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സിംഗിൾ ഗെയിമിൽ കാണുമ്പോൾ പോലും ഗബ്രിയേലിനെ അല്ലെങ്കിൽ സലീബേനെയൊക്കെ എടുത്തു വയ്ക്കാൻ ശ്രമിക്കാം. സോ അതാണ് ഡിഫൻസിലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോർവേഡ്സിലായിട്ട് വരുവാണെങ്കിൽ എല്ലാവരും ഫോർവേഡിൽ എനിക്ക് തോന്നുന്നു സെറ്റാന്ന് തോന്നുന്നു. ഇസാക്ക് ഉണ്ടാവും, ഹാലൻഡ് ഉണ്ടാവും, മൂന്നാമത് ജാക്സൺ ആയിരിക്കും. മൂന്നാമത്തെ ഫോർവേഡ് ജാക്സൺ തന്നെ വേണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ജാക്സൺ ആണ് അതിനകത്ത് മികച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് നല്ല മികച്ച 2 ഫിക്സർ വരുന്നു, ഫോമിലായിട്ട് വരുന്നൊരു പ്ലെയറാണ്. ആകെ ഒരു കൺസേൺ എന്നത് ക്രിസ്റ്റഫർ എൻകോക്കോ ബാക്ക് ഇൻ ട്രെയിനിങ് അല്ലെങ്കിൽ കഴിഞ്ഞ കളിയിൽ സബ്ബായിട്ട് വന്നു. അതുകൊണ്ട് ജാക്സൺ പ്ലേയിങ് മിനിറ്റ്സിൽ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ എൻകോക്കു വന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജാക്സനെ വലിച്ചിട്ട് എൻകോക്കു വരുമെന്നാണ്. പക്ഷെ ജാക്സനെ വലിച്ചില്ല, പകരം മൂഡ്രിക്കിനാണ് വലിച്ചത്. സോ അതുകൊണ്ട് തന്നെ മൂഡ്രിക്കിന് സമയമാണ് ഈ എൻകോക്കു കൊണ്ടോളൂ. ജാക്സൺ ഫീൽഡിൽ തന്നെ കാണും. അതുകൊണ്ട് തന്നെ പ്ലേയിങ് ടൈമിൽ വലിയ റിസ്ക് ഇല്ല. അതുകൊണ്ട് ജാക്സൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു ഫോർവേഡ് നോക്കുന്നെങ്കിൽ ജാക്സൺ നോക്കുക. അതല്ലാത്ത പക്ഷം പിന്നെ എടുക്കാൻ കഴിയുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോലം വിൽസൺ ഒരു ഓപ്ഷൻ തന്നെയാണ്. പ്ലേയിങ് ടൈം കൺസേൺ ഉണ്ട്. പിന്നെ ഒരു നിവൃത്തി നിങ്ങൾ റാസ്മസ് ഹോയിലിൻ്റെ, നിങ്ങൾ വലിയ യുണൈറ്റഡ് ഫാനാണ്, നിങ്ങളുടെ സീസണൊക്കെ തവിടുകൂടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇനി ഒന്നോടെ തവിടുകൂടിയായിക്കോട്ടെന്ന് കരുതി റാസ്മസ് ഹോയിലിൻ്റെ എടുത്ത് വയ്ക്കുക. പേഴ്സണലി ഹോയിലിൻ്റെ അടുത്തേക്കൊന്നും പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഫോർവേഡ് ആരാന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ജാവോ പെഡ്രോ ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ബ്രൈറ്റൻ്റെ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സിന് ഒട്ടും എൻകറേജിങ് അല്ല. ജാക്സണിലായിട്ട് തന്നെ പോവുക, അല്ലെങ്കിൽ കോലം വിൽസണിലായിട്ട് വരിക എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ ഹാൾഡ് തന്നെ ക്യാപ്റ്റൻ. സീസൺ അവസാനം അനാവശ്യമായിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. അത്യാവശ്യം റാങ്ക് ഉള്ളവർ, അതെല്ലാം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് വേണമെങ്കിൽ പാൽമറിലായിട്ട് പോകാം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൻ്റെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൗകര്യം പോലെ റിപ്ലൈ അയക്കുന്നതായിരിക്കും. എല്ലാവർക്കും മികച്ച, അതായത് ഇനി ആരെങ്കിലും ബെഞ്ച് ബൂസ്റ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഗെയിം വീക്ക് 38 വരെ കളിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബെഞ്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ബെഞ്ച് ബൂസ്റ്ററൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബെഞ്ച് ബൂസ്റ്റൊക്കെ ഉള്ളവർ തൽക്കാലം ബെഞ്ച് ബൂസ്റ്റൊക്കെ ഉപയോഗിച്ച് എല്ലാം ഉഷാറാക്കുക. നല്ലൊരു ഗെയിം വീക്ക് അവിടെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.